രാത്രിയിൽ എപ്പോഴോ ദച്ചുവിന്റെ സംസാരം കേട്ടാണ് അമൻ കണ്ണുകൾ തുറക്കുന്നത്. അവൾ അമന്റെ കൈക്കുള്ളിലായിരുന്നു. താൻ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈകളിൽ ചൂട് അനുഭവപ്പെട്ടതും അവൻ പെട്ടെന്ന് അവളെ നേരെ കിടത്തി അവളുടെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ തൊട്ടു നോക്കി. അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവൾ വിറക്കുകയും എന്തൊക്കെയോ പിറുവിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു. എന്നെ ഒന്ന് ചെയ്യില്ല, എനിക്ക് അച്ഛനെ കാണണം, അമ്മയെ കാണണം, വീട്ടിൽ പോകണം. അവൾ പറയുന്ന കേട്ടതും അവന് വല്ലാതെ സങ്കടം തോന്നി. ഇന്ന് താൻ അവളോട് ചെയ്ത അല്പം കൂടുതലായിരുന്നു. പെട്ടെന്ന് അവൾ ഇറങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ അത് ഇന്നത്തെ ഈ തിരക്കിനിടയിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പാവം വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. ശിവ, ശിവ, കണ്ണൂർക്ക് മോളെ. അവൻ അവളെ തട്ടി വിളിച്ചിട്ടും അവൾ കണ്ണുകൾ തുറന്നില്ല. അവൻ ഫോണെടുത്ത് ഹരിയെ വിളിച്ചു. ഹലോ, ഡാ പെട്ടെന്നൊന്ന് റൂമിലേക്ക് വന്നേ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇങ്ങോട്ടൊന്ന് വാ, എന്നിട്ട് പറയാം. അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു. അല്പസമയത്തിനകം തന്നെ ഹരി വന്നു. അവൻ വന്ന് വാതിൽ മുട്ടിയതും അവൻ ഡോർ തുറന്നെടുത്തു. എന്താടാ, എന്തുപറ്റി? അകത്തേക്കായിരുന്നതിനിടയിൽ ഹരി ചോദിച്ചതും അവൻ കട്ടിൽ കിടന്ന് വിറക്കുന്ന ദച്ചുവിനെ നോക്കി. അയ്യോ, ഇവൾക്കിതെന്തു പറ്റി? അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ടതും പെട്ടെന്ന് തന്നെ കൈ അവൻ പിൻവലിച്ചു. ആ പൊള്ളുന്ന പനിയാണല്ലോ. അവനത് പറഞ്ഞതും അവൻ കുറ്റബോധത്തോടെ തലകുനിച്ച്. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ തലയും കുനിച്ച് നിന്നാൽ മതിയല്ലോ, നീ അജുവിനെ വിളിച്ച് വേഗം വരാൻ പറ. അവനെന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞതും അവൻ ഫോണെടുത്ത് ഡോക്ടറെ വിളിച്ചു. അല്പസമയത്തിന് ശേഷം ഡോക്ടർ വന്നപ്പോൾ അവൻ ദച്ചുവിന്റെ നെറ്റിൽ തുണി നനച്ചിരിക്കുകയായിരുന്നു. അടുത്ത് തന്നെ ഹരി നിൽപ്പുണ്ടായിരുന്നു. അമ്മന്റെയും ഹരിയുടെയും ഫ്രണ്ടായിരുന്നു അർജുൻ എന്ന അജു. അമ്മന്റെ കാര്യങ്ങളൊക്കെ അജുവിന് അറിയാമായിരുന്നു. എന്തു പറ്റിയത് അമൻ? അജു, അവൾക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ട്, നീ ഒന്ന് നോക്കി. അമൻ മാറിയെന്നുകൊണ്ട് പറഞ്ഞതും അജു അവളെ ചെക്ക് ചെയ്തു. പെട്ടെന്ന് പനി വരാൻ എന്തു പറ്റി? അത് ചെക്ക് ചെയ്യുന്നതിനിടയിൽ അജു ചോദിച്ചും അവൻ നിന്ന് പരിങ്ങി. എന്താടാ, എന്തോ കള്ളത്തരമുണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും നോക്കിയതും ഹരി അമ്മനെ നോക്കി ദഹിപ്പിക്കുന്നതാണ് കണ്ടത്. എന്താടാ, അവന് പറയാൻ മടിയാണ്. അങ്ങനത്തെ പ്രവൃത്തിയാണല്ലോ ഇന്ന് ചെയ്തു കൂട്ടുന്നത്. ഹരി അമർഷത്തോടെ പറഞ്ഞു. എന്താണ് ഇവരെന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? അത് ഞാൻ കാരണമാണ് അവൾക്കിപ്പോൾ ഈ അവസ്ഥ വന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ ഇന്ന് നടന്നൊക്കെ അജുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞു അജു തലയിൽ കൈവച്ചു പോയി. നീ എന്തൊക്കെയാ അവൻ ഈ കാണിച്ചു കൂട്ടിയത്? ഇങ്ങനെയൊക്കെ കാണിച്ചാണോ നീ നിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? അങ്ങനെ ചോദിക്കടാ, അവൻ്റെ ഒരു പ്രാന്ത് കാണിക്കല്. അജു ചോദിച്ചതും ഹരി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഒരിക്കൽ പ്രാന്ത് വന്ന് ചികിത്സ നേടിയവൻ പിന്നെ പ്രാന്തല്ല എന്താടാ കാണിക്കുക? അവൻ്റെ മറുപടി കേട്ടതും ഹരിയോ അജു അക്ഷരത്തിൽ ഞെട്ടിപ്പോയി. അവൻ്റെ മറുപടി കേട്ടാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് പോലും ഹരി ഓർത്തത്. എടാ ഞാൻ... ഹരി ദയനീയമായി അവനെ നോക്കിയതും അവനൊരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി. അത് കണ്ടതും ഹരിക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നി. അവൻ അജുവിനെ നോക്കിയതും അവൻ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ദച്ചുവിനെ നോക്കി. പനിക്കുള്ളൊരു ഇഞ്ചക്ഷൻ എടുത്ത് ഉണരുമ്പോൾ കഴിക്കാനായി ടാബ്ലറ്റ് ഹരിയെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ചെന്നു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവനെയാണ് കാണുന്നത്. അജു ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചതും അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ നനഞ്ഞ കണ്ണുകൾ കണ്ടതും അജുവിൻ്റെ ഹൃദയം വല്ലാതെ നീറി. എന്താടാ ഇത്? അവൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ? അറിയടാ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവനെന്നെ പറയില്ല. കാരണം ഒരിക്കലും അവനെന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. അജു പറഞ്ഞതും അവനൊരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് വാതിൽക്ക് നിൽക്കുന്ന ഹരി അവൻ കാണുന്നത്. ഓ, എന്താണാവോ ഇവിടെ നിൽക്കുന്നത്? പോയി പെങ്ങൾക്ക് കൂട്ടിരിക്കുന്നില്ലേ? അവൻ ഹരിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ കാറ്റുപോലെ വന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച്. സോറിയടാ, ഞാൻ അറിയാതെ പറഞ്ഞാടാ. ദച്ചുവിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സഹിച്ചില്ല. അപ്പോൾ വായിന്ന് വന്നു പോയതാ, എന്നോട് ക്ഷമിക്കണം. അയ്യേ, എൻ്റെ പുതിയ ടീഷർട്ട് മുഴുവൻ കരഞ്ഞ് നശിപ്പിച്ച്. മാറി നിൽക്കട ചെറുക്കാൻ അങ്ങോട്ട്. ഹരി കരഞ്ഞു പറഞ്ഞത് അവനവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. രാജു, പെങ്ങളെ വേദനിപ്പിച്ചിന് ഇവനെന്നെ എന്ന് കൊല്ലാത്തത് ജനിക്കാനിരിക്കുന്ന എൻ്റെ മക്കളുടെ ഭാഗ്യം. അവൻ അജുവിനോടായി പറഞ്ഞത് അവനൊന്ന് പുഞ്ചിരിച്ചു. നിർത്തടാ പോലെ അവൻ്റെ ഒരു കരച്ചില്. ഓത്തുപോലെ ഇപ്പോഴും കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് മോങ്ങുന്നു. നാണമില്ലല്ലോ. അവൻ അത്രയും പറഞ്ഞിട്ടു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നും അവൻ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. എടാ എനിക്കറിയാടാ, എനിക്ക് വിഷമമൊന്നുമില്ല. ഒരാങ്ങളയുടെ കരുതലാണ് നീ ഇപ്പം എന്നോട് കാണിച്ച ഈ ദേഷ്യം. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂടാ. ഹരിയെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞു. അത് കേട്ടതും ഹരി അവനെ നോക്കി ചിരിച്ചു. ആ, അതൊക്കെ പോട്ടെ, എൻ്റെ പെണ്ണിനെങ്ങനെയുണ്ടാ? അതൊക്കെ ഞങ്ങൾ ആങ്ങളമാർ വേണ്ടവരെ നോക്കിയിട്ടുണ്ട് അല്ലേടാ ഹരി? അവനൊരു പുഞ്ചിരിയോടെ തങ്ങളെ നോക്കിയിരിക്കുന്ന അജുവിനോടായി ചോദിച്ചു. അവൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ, ഓ, അപ്പം നിങ്ങൾ ആങ്ങളമാർ രണ്ടുകൂടി എന്നെ പുറത്താക്കുമല്ലോ? സംശയം എന്താ? അയ്യടാ, അങ്ങനെ ഇപ്പം എൻ്റെ അളിയന്മാർ കഷ്ടപ്പെടണ്ട. എൻ്റെ പെണ്ണിൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം.
രണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കേ. അതും പറഞ്ഞുകൊണ്ട് അവനവരെ പിടിച്ച് പുറത്താക്കി. ഡാ, അവളുണരുമ്പോൾ കൊടുക്കാനുള്ള മെഡിസിൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. പുറത്തേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ഹരി പറഞ്ഞിരുന്നു. അവൻ അവരോട് മറുപടി പറഞ്ഞു. ഡോർ അടിച്ചുകൊണ്ട് അവൻ തിരികെ വന്ന് ദച്ചുവിനെ നോക്കി. ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ദച്ചുവിനെ കണ്ടത് അവന്റെ മനസ്സിൽ അവളോട് അതിയായ വാത്സല്യം തോന്നി. ചെറുതായി വിറക്കുന്ന അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ബ്ലാങ്കറ്റ് എടുത്ത് രണ്ടുപേരുടെയും ദേഹത്തേക്ക് മൂടി. അവന്റെ ദേഹത്തെ ചൂട് തട്ടിയതും അവൾ അവനിലേക്ക് ചേർന്ന് കിടന്നു. അവന്റെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾ അവന്റെ ചൂട് പറ്റി കിടന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ ഇറുകെ പുണർന്നു കിടന്നു. രാവിലെ ദച്ചുണരുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമായിരുന്നു. പെട്ടെന്ന് അവനെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. രാത്രിയിൽ ഒരുപാട് വൈകി ഉറങ്ങിയതുകൊണ്ട് അവൻ നല്ല ഉറക്കമായിരുന്നു. അവൾ പതിയെ അവൻ ചുറ്റിപ്പിടിച്ചിരുന്ന കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തേക്ക് ഇറങ്ങിയതും അടുത്തിരുന്ന ടേബിളിൽ തട്ടി അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ബുക്സ് നിലത്തേക്ക് വീണു. പെട്ടെന്ന് ശബ്ദം കേട്ടതും അവൻ ഞെട്ടി എഴുന്നേറ്റു. തൻ്റെ മുന്നിൽ പേടിയോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ടതും അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ടു നോക്കി. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവൾ പതർച്ചയോടെ പിന്നിലേക്ക് മാറി. പനി മാറിയിട്ടുണ്ട്, എങ്കിലും ഉണരുമ്പോൾ കഴിക്കാനായിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട്, പോയി ഫ്രഷ് ആയി വാ, ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കണം. തന്നെ സംശയത്തോടെ നോക്കുന്നവളോടായി പറഞ്ഞുകൊണ്ട് അവൻ കബോർഡിനടുത്തേക്ക് നടന്നു നിന്ന് അവൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. തല നനക്കാൻ നിൽക്കണ്ട, മേല് കഴിയാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവനവൻ്റെ ഡ്രസ്സും എടുത്ത് അടുത്ത മുറിയിലേക്ക് പോയി. അവൻ്റെ പെരുമാറ്റത്തിനൊന്നും മനസ്സിലാവാതെ അവൻ പോയ വഴിയെ നോക്കി നിന്നു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി തിരികെ ഇറങ്ങിയതും അവൻ മുറിയിലേക്ക് കയറി വന്നു. അവനെ കണ്ടതും അവൾ ഭയത്തോടെ മുഖം കുനിച്ച് നിന്നു. താൻ ഇനി മുതൽ ഡൈനിങ് ടേബിളിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മതി, വാ. അതും പറഞ്ഞുകൊണ്ട് അവനോടെ കൈയും പിടിച്ച് താഴേക്ക് ഇറങ്ങി. അവൻ കയ്യിൽ പിടിച്ചതും അവൾ പേടിയോടെ കൈ പിൻവലിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ഒരു നോട്ടത്തിൽ അവൾ അവൻ്റെ പിന്നാലെ നടന്നു. അവർ ഹാളിലെത്തിയതും എല്ലാവരും അവർ അത്ഭുതത്തോടെ നോക്കി. അവൻ അവളൊരു ചെയറിലേക്ക് ഇരുത്തിക്കൊണ്ട് അടുത്ത ചെയറിൽ അവനും ഇരുന്നു. അപ്പോഴേക്കും ഹരിയും വന്നിരുന്നു. അവനും ആശ്ചര്യത്തോടെ തന്നെ അവരെ നോക്കി. എങ്കിലും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മെയ്ഡ് വന്ന് ഭക്ഷണം വിളമ്പിയതും എല്ലാവരും കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നില്ലേ? ദച്ചു പ്ലേറ്റിൽ തന്നെ നോക്കിയിരിക്കുന്നുണ്ടതും അവൻ അവളോട് ചോദിച്ചു. അതിനവൾ പേടിയോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ഒരു കഷ്ണം ദോശ മുറിച്ച് ചട്നി മുക്കി വായിലേക്ക് വെച്ചു. എരി വലിച്ചുകൊണ്ട് അവൾ വായ പൊത്തിപ്പിടിച്ചു. എന്തു പറ്റിയടാ? വെപ്രാടത്തോടെയുള്ള അമ്മൻ്റെ ചോദ്യം കേട്ടത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ മോളെ? ഹരിയുടെ ചോദ്യം കേട്ട് അവൾ അവനെ നോക്കി. എന്നിട്ട് മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, വേദനിക്കുന്നു. അത് കേട്ടതും അവന് വല്ലാത്ത സങ്കടം തോന്നി. താൻ കാരണമാണ് അവൾക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്ന് മനസ്സിലായതും അവനവൻ്റെ പ്ലേറ്റ് മാറ്റിവെച്ചുകൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ശേഷം അവൾക്ക് ചിന്തിക്കാൻ കഴിയും മുന്നേ അവളുടെ ചുണ്ടുകളുമായി അവൻ്റെ ചുണ്ടുകൾ കോർത്തു. പതിയെ അവളുടെ നാവിൽ നിന്ന് എരിവ് വലിച്ചെടുത്തുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഹരിയടക്കം എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു നിമിഷം അന്തം വിട്ടുന്നതിന് ശേഷം സകലരും കണ്ണുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പല വഴിക്ക് ഓടി. അപ്പോഴും അമ്മൻ അവൻ്റെ പെണ്ണിൻ്റെ വേദന സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ദച്ചുവിൽ നടന്നു മാറിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കൂമ്പിയടഞ്ഞ കണ്ണുകൾക്കിടയിൽ കൂടി നീർത്തുള്ളികൾ ഒഴുകി ഇറങ്ങുന്നുണ്ട്. ശിവ, അവൻ അവളെ വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഭയം നിറയുന്നു. അവൻ വിഷമത്തോടെ നോക്കി നിന്നു. ഒന്നും പറയാതെ അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്തു. അവൻ്റെ പ്രവൃത്തിയിലൊന്ന് കുതിരിയെങ്കിലും അവൻ്റെ രൂക്ഷമായൊരു നോട്ടത്തിൽ അവൾ അടങ്ങിക്കിടന്നു. അവളെയും കൊണ്ട് മുകളിലേക്ക് നടക്കുമ്പോൾ ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നവൻ കണ്ടെങ്കിലും ആരെയും മൈൻഡ് ചെയ്യാതെ അവൻ മുകളിലേക്ക് കയറിപ്പോയി. റൂമിൽ ചെന്ന് അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് അവൻ ഇന്റർകോമിലൂടെ അവൾക്കൊരു ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി കിടക്കുന്ന ദച്ചുവിനെയാണ് അവൻ കണ്ടത്. അവൻ നോക്കുന്ന കണ്ടതും അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ ചുണ്ടിലേക്ക് തൊട്ടു നോക്കി. അവൻ്റെ സ്പർശനമേറ്റതും ഒരു പിടച്ചിലോടെ അവൾ പിന്നിലേക്ക് മാറിക്കൊണ്ട് അവനെ തന്നെ നോക്കി. അവൻ അവളെയും നോക്കി ഇടത് കൈയെടുത്ത് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ചേർത്തിരുത്തി. അവൻ്റെ പ്രവൃത്തിയിൽ അവൾ വിറച്ചുപോയി. അവൾ അവനിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചതും അവൻ അവളെ ഒരു നോട്ടം കൊണ്ട് അടക്കി നിർത്തി. ഭയന്നുപോയ ദച്ചു ഒന്നും മിണ്ടാനാവാതെ മുഖം കുനിച്ചിരുന്നു. ഒരു കൈ കൊണ്ട് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് അവൻ അവളുടെ താടിൽ പിടിച്ച് മുഖം ഉയർത്തി നോക്കി. ഇരു കണ്ണുകളും മുറുകെ അടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ഊതിയതും അവളൊരു ഞെട്ടലോടെ മിഴികൾ തുറന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവൻ്റെ നീലമിഴികളിൽ തറഞ്ഞു നിന്നു. സ്വപ്നത്തിൽ കണ്ട നീലമിഴികളിൽ തന്നോടുള്ള അടങ്ങാത്ത പ്രണയമാണ് കണ്ടത്. ഇപ്പോൾ ഈ മിഴികളിലും അതേ പ്രണയം തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇയാൾ എന്തിനാണ് തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരാളോട് ഇങ്ങനെയാണ് പ്രണയം പ്രകടിപ്പിക്കുന്നത്?
അവളുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അമ്മൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ദച്ചു ചിന്തയിൽ നിന്ന് ഉണർന്ന്. അവൾ വെപ്രാളത്തോടെ മാറാൻ ശ്രമിച്ചതും അവനൊന്നുകൂടി അവളെ മുറുകെ പിടിച്ചു. അടങ്ങിയിരിക്കുവണ്ണേ, ഒരു കുസൃതിയുടെ അവൻ പറയുന്ന കേട്ടതും അവൾ അന്തം വിട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഈ മനുഷ്യനാണ് തന്നോട് ഇന്നലെ അത്രയും ക്രൂരമായി പെരുമാറിയതെന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും ഡോറിൽ വീണ്ടും മുട്ടുകേട്ടു. യെസ്, കം ഇൻ. അവൻ പറഞ്ഞതും മെയ്ഡ് ജ്യൂസ് കൊണ്ട് അകത്തേക്ക് വന്നു. സാബ് അവർ കുച്ച് ബി? ജ്യൂസ് ടേബിളിലേക്ക് വെച്ച് കഴിഞ്ഞ് അവർ ചോദിച്ചു. നത്തിങ്, യു മേ ഗോ. അവൻ അതും പറഞ്ഞുകൊണ്ട് ജ്യൂസ് കയ്യിലേക്ക് എടുത്തു. മെയ്ഡ് തിരിച്ച് പുറത്തേക്ക് പോയി. അവൻ ജ്യൂസ് അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചതും അവൾ തല പിന്നിലേക്ക് വെട്ടിച്ചു. അത് കണ്ടതും അവൻ അവളെ രൂക്ഷമായി നോക്കി. അവൻ്റെ നോട്ടത്തിൽ ഭയന്ന് അവൾ ഗ്ലാസ്സിലേക്ക് തൻ്റെ ചുണ്ടുകൾ മുട്ടിച്ചു. പകുതി കുടിച്ച് അവൾ മതിയാക്കി. അവളുടെ അവസ്ഥ ഓർത്ത് അവന് നിർബന്ധിച്ചില്ല. ബാക്കിയിരുന്ന ജ്യൂസ് അവൻ കുടിച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. അവൻ പതിയെ അവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തി. കിടന്ന ഉടനെ തന്നെ അവൾ അവനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എതിർവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. അത് കണ്ടതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത് അവൾക്ക് മൂടിക്കൊടുത്തു. ശേഷം അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളുടെ അടുത്തിരുന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ഉറങ്ങി. ഒരു സൈഡ് തിരിഞ്ഞിടക്കുന്ന അവളെ നോക്കിയിരുന്നപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ഹലോ. ബാൽക്കണിയിലെ കെൻസ്വിങ്ങിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ ഫോൺ എടുത്തു. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി, നീ വരുന്നില്ലേ? ഫോൺ എടുത്തുകൊണ്ട് ഹരി ചോദിച്ചു. ഇല്ലടാ, അവളിങ്ങനെ കിടക്കുമ്പോൾ ഞാനെങ്ങനെയാ? അവനതിനൊന്ന് മൂളിയതേ ഉള്ളൂ. ശരി, എന്നാൽ ഞാൻ അവൾ ചെന്നിട്ട് വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് ഹരി കോള് കട്ട് ചെയ്തു. അവൻ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറി. അവിടെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയുടെ കിടന്നുറങ്ങുന്ന തെച്ചുവിനെ അവൻ കുറച്ച് സമയം നോക്കി നിന്നു. ശേഷം അവളുടെ അടുത്തേക്ക് കയറി കിടന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഉറക്കത്തിനിടയിൽ ഒന്ന് കുറുകിക്കൊണ്ട് അവൾ തിരിഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ഒത്തിരി സന്തോഷത്തോടെ അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മയങ്ങി. ഓഫീസിൽ ചെന്നിറങ്ങി ഹരി തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ എതിർവശത്ത് നടന്നു വരുന്ന പൂജ അവൻ്റെ പിന്നിലേക്ക് നോക്കി. പ്രതീക്ഷിച്ച ആളെ കാണാത്തതുകൊണ്ട് അവളുടെ മുഖത്ത് വിരിഞ്ഞ നിരാശ അവൻ വ്യക്തമായി കണ്ടു. അവളെ നോക്കിക്കൊണ്ട് അവൻ ക്യാബിനിലേക്ക് കയറി. അവൻ പോയ വഴിയൊന്ന് നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് അവൾ മേഘയുടെ അടുത്തേക്ക് പോയി. മേഘ. അവളുടെ അടുത്തേക്ക് ചെന്ന് പൂജ വിളിച്ചു. എന്തോ അത്യാവശ്യ ജോലിയിലായിരുന്ന മേഘ തലയുയർത്തി നോക്കി. എന്താടാ, എന്താ പറ്റി നിനക്ക്? അവളുടെ മുഖത്ത് ടെൻഷൻ കണ്ടോ മേഘ ചോദിച്ചു. അത് അമ്മ ഇതുവരെ വന്നിട്ടില്ലടി. അതിനെന്താ, സാറ് വല്ല ബ്ലോക്കിലും പെട്ട് കാണും. പൂജ ചോദിച്ചോ മേഘ പറഞ്ഞു. അതല്ലടി, ആ ശ്രീഹരി വന്നു, എന്നിട്ട് അമ്മനെ കണ്ടില്ലല്ലോ. എന്ന് അവർ ഒരുമിച്ചല്ലേ വരുന്നു. അതുമാത്രമല്ല, ഇന്നലെ അമ്മൻ ടെൻഷനോടെ ഇറങ്ങിപ്പോയതുമല്ലേ. ഈ നേരം വരെ ഒന്ന് കണ്ടുപോലും ഇല്ല. അതാ ഞാൻ. മേഘയുടെ നോട്ടം കണ്ടതും ബാക്കി പറയാതെ പൂജ നിർത്തി. പൂജ, നിന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഒരിക്കലും കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെയായി നീ നടക്കുന്നു. ഇത് അവസാനം നിനക്ക് ദോഷേ ചെയ്യൂ. മേഘ ഒരു താക്കിയതുപോലെ പറഞ്ഞതും പൂജയുടെ മുഖം മങ്ങി. ഞാൻ പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും, എന്നാൽ നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു നോട്ടം കൊണ്ട് പോലും നിന്നെ കടാക്ഷിക്കാത്ത അയാളുടെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജന? വെറുതെ നാണം കെടാന്നല്ലാതെ. അത് മാത്രമല്ല, അയാളുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിയാം. എന്നിട്ട് നീ ഇങ്ങനെ അയാളുടെ പിന്നാലെ എന്തിനാ നടക്കുന്നത്? മേഘ കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചു. ആ പെൺകുട്ടിയെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നുമില്ലല്ലോ മേഘ. ഒരു ഫോട്ടോ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. തലകുനിച്ച് മുഖത്ത് നോക്കാതെ പൂജ പറഞ്ഞു. അത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, അവർക്ക് അതിൽ കൂടുതൽ അറിയാമെങ്കിലോ? മേഘ ചോദിച്ചു. അതിന് മറുപടി ഇല്ലാതെ അവൾ വിഷമിച്ച് നിന്നു. നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടൊന്നൊരു കാര്യമില്ല പൂജ. ബി പ്രാക്ടിക്കൽ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയടാ, അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. മറക്കാൻ പറ്റില്ലടാ എനിക്ക്. മേഘ പറഞ്ഞു കേട്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് മേഘയും വല്ലാതെയായി. പോട്ടെ, നീ വിഷമിക്കാതെ. ഇപ്പം എന്താ പ്രശ്നം? അവൻ സാറെന്താ വരാത്തെന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. മേഘ അവളെ ആശ്വസിക്കൊണ്ട് ചോദിച്ചതും അവൾ അതിനൊന്ന് മൂളി. ഓക്കെ, ഞാൻ ശ്രീഹരി സാറിനോടും ചോദിച്ചു നോക്കാം. നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. അമ്മൻ സാറിനെ പോലെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടില്ലെങ്കിലും ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ അയാളും പരമശിവൻ തന്നെയാണ്. ഒരു ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് മേഘ സൈൻ ചെയ്യാനുള്ള ഫയലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. തുടരും ഈ